ചെയ്യാൻ പറ്റുമോ, അതിനപ്പുറത്ത് പോകാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ എന്നാലും വന്നൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ അഭിപ്രായം പറയുന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും വമ്പിച്ച വിജയത്തിലേക്കാണ് UDF പോകുന്നത് എന്നുള്ളത് ഈ ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. സ്വാഭാവികമായിട്ട്, കാരണം ഒരു ചാനൽ മാത്രമല്ലല്ലോ ഈ സർവേ നടത്തിയത്. കേരളത്തിൽ നടത്തിയ മുഴുവൻ സർവേകളും, ഈ ഇലക്ഷനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള മുഴുവൻ സർവേകളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമില്ലേ UDF അധികാരത്തിലേക്കാണ് എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ എക്സിറ്റ് പോളിനകത്ത് യാഥാർത്ഥ്യങ്ങൾ പൂർണ്ണമായിട്ടുണ്ട്, ഇതിനേക്കാൾ അപ്പുറത്തേക്കുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. എന്തായിരിക്കും പ്രധാനമായിട്ടും UDF ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്തിച്ച പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും? പ്രധാനപ്പെട്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് ജനവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. ഈ ഗവൺമെൻറ് ഒരു സ്വപ്ന ലോകത്തായിരുന്നു. നാട്ടിലെന്താ നടക്കുന്നതിനെക്കുറിച്ച് അവർ നോക്കിയിട്ടേയില്ല. അവരവരുടേതായ സാഹചര്യങ്ങൾ വെച്ച് ഒരു സ്വപ്നലോകത്തിരുന്ന് ഇതിനെ അസസ് ചെയ്തതാണ്. പക്ഷേ ജനങ്ങളുടെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാട്, അവരുടെ കണ്ണുനീര് അത് കാണുന്നതിന് ഒരു നിമിഷം പോലും ഈ സർക്കാരിന് പറ്റിയില്ല. അവർ ചില എക്സിബിഷനിസം കാണിച്ചു, ഷോവനിസം. കാരണം കുറച്ച് ഞങ്ങൾ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ആനുകൂല്യമെല്ലാം ഞങ്ങൾക്ക് വോട്ടായി റിട്ടേൺ ചെയ്യും എന്നൊക്കെയുള്ള ഒരു മധുര പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുന്നത്. ആ പ്രതീക്ഷയെല്ലാം മണ്ണടിഞ്ഞു എന്നുള്ളതല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. പ്രധാനമായിട്ടും ഇപ്പം UDF എന്തായാലും അധികാരത്തിലേക്ക് വരുമെന്ന് എക്സിറ്റ് പോളുകളൊക്കെ പറയുന്നു. ഈ മുഖ്യമന്ത്രി തർക്കം, ആ സ്ഥാനത്തിനുള്ള തർക്കം കോൺഗ്രസിന് ആവശ്യമായിരുന്നു. ഇപ്പോൾ ഒരു ചർച്ചയേ ഇല്ലല്ലോ. ഇപ്പോൾ എക്സിറ്റ് പോളിനെ കുറിച്ചുള്ള ചർച്ചയാണ്. പോൾ കഴിഞ്ഞു, എക്സിറ്റ് പോൾ റിസൾട്ട് വന്നു. ഇനി യഥാർത്ഥത്തിലുള്ള റിസൾട്ട് കൂടി വരണം. അത് കഴിഞ്ഞെങ്കിലേ മൂന്നാമത്തെ ഘടകത്തിലോട്ട് കടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തുറക്കാത്ത പട്ടിയെക്കുറിച്ച് എന്തിനാണ് നമ്മളീ പറയുന്നത്? അത് നമ്മൾ ഘട്ടം ഘട്ടമായി ഓരോ രംഗത്തും ജനങ്ങളുടെ പരിപൂർണമായ വിശ്വാസത്തോടു കൂടി, അവരുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. ന്യൂനപക്ഷം എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ നമ്മളെ പൂർണ്ണമായി പിന്തുണച്ചു. ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പിന്തുണയ്ക്കും. കാരണം ന്യൂനപക്ഷ താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ UDFന് കഴിയുന്നത് പോലെ, കഴിഞ്ഞിട്ടുള്ളതുപോലെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ട് ന്യൂനപക്ഷ ജനവിഭാഗത്തിൽ ഞങ്ങൾ വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ ജനവിഭാഗത്തിൽ ഞങ്ങൾ അതുപോലെ തന്നെ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്നു, UDFനോടൊപ്പം നിന്നു. ആ റിസൾട്ട് വമ്പിച്ച റിസൾട്ടായി മാറി.